नमस्ते बच्चों, आप सब कैसे हैं? ठीक है ना? എല്ലാവരും സേഫ് ആയിരിക്കുക കേട്ടോ. നമുക്കിന്ന് നമ്മുടെ ഹിന്ദി ക്ലാസ്സിലെ മറ്റൊരു പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ടീച്ചർ നിങ്ങൾക്കൊരു ചിത്രം കാണിച്ചു തരാം. നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു പിക്ചർ നന്നായി ഒന്ന് ശ്രദ്ധിച്ചേ. सोचें यह चित्र आपसे क्या कह रहा है? അല്ലേ, ഈ ചിത്രം നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്താണ് ഇവിടെ? ഒരു മഴവെള്ളം ഒഴുകി വരികയാണ് അല്ലേ. അത് മഴവെള്ളമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം മുന്നേ കണ്ടിട്ടുമുണ്ട് അല്ലേ. ഇതിപ്പോൾ എവിടെ നിന്നാണ് എന്താണെന്നൊന്നും പറയുന്നതിന് മുന്നേ നമുക്ക് പിക്ചർ കണ്ട ഉടനെ ഒരു ധാരണയുണ്ട്. എന്താ? മുന്നിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു പ്രളയത്തിൽ ഇത്തരം ഒരുപാട് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അതിലുണ്ടായിരുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. രണ്ട് കുഞ്ഞുങ്ങൾ ചെരുപ്പിൻ്റെ മുകളിൽ കോഴി കുഞ്ഞുങ്ങൾ ചെരുപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് മുങ്ങുന്നതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു കാഴ്ച അല്ലേ. ഒരുപാടൊന്നും നമുക്കിതിനെക്കുറിച്ച് വർണ്ണിക്കേണ്ടി വരുന്നില്ല, കാരണം അത് കണ്ടതോടുകൂടി നമ്മുടെ കണ്ണിൽ അത്രയും കാഴ്ചകൾ മുഴുവനും ഉണ്ട് അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ വലിച്ചെറിഞ്ഞ ഒരു വസ്തുവാണത്. നമുക്ക് ആവശ്യമില്ല ഇതുകൊണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞ ഒരു വസ്തുവാണത്. അതിൻ്റെ പുറത്താണ് പിന്നീട് ഒരു ജീവൻ കയറി രക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പാഴ്വസ്തുവിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്നും കൂടെ അതിൽ നിന്നുണ്ട് എന്ന് കരുതി നമ്മൾ വേസ്റ്റ് ഒന്നും വലിച്ചെറിയണ്ടെന്നാണോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മറിച്ച് നമ്മൾ ഇതുകൊണ്ട് ഉപകാരമില്ല, ഇത് പൊട്ടിപ്പോയി, ഇതുകൊണ്ട് ഇനി നമുക്ക് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിനെയും അവഗണിക്കരുത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ശരി, ഇവനെ കൊണ്ടൊന്നും നമ്മളൊക്കെ ഒരു ഉപകാരമില്ല എന്ന് കരുതി നമ്മൾ ആരെയും അവഗണിക്കരുത് എന്ന് കൂടി നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പാഠം പഠിക്കാം. ഒരു കവിതയാണ്, ഒരു കവിത റോസ് ആണ്. ധർമ്മവീർ ഭാരതി എഴുതിയ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ എന്നാൽ എന്താ അർത്ഥം? ടൂട്ട എന്ന് വെച്ചാൽ പൊട്ടിയത്, പഹിയ എന്ന് വെച്ചാൽ ചക്രം. ടൂട്ടാ പഹിയ എന്ന് വെച്ചാൽ പൊട്ടിയ ചക്രം അല്ലേ. അതായത് ഒരു ചക്രത്തിൻ്റെ കഷ്ണം, ഒരു പീസ്. ചക്രം എന്തിനാ? ചക്രം കണ്ടുപിടിച്ചതാണ് നമ്മുടെ മനുഷ്യന്മാർ നടത്തിയ മുന്നേറ്റങ്ങൾക്കൊക്കെ വലിയൊരു നേട്ടം എന്ന് പറയണത് അല്ലേ. ശിലായുഗത്തിൽ നിന്നൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങളിൽ ചക്രം കണ്ടുപിടിച്ചതിലോട് കൂടിയാണ് ഒരുപാട് മുന്നേറ്റം ഉണ്ടായെന്നും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ പൊട്ടിയ ചക്രമോ എന്തിനു പറ്റും? ചക്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കണ്ണി പോയാൽ തന്നെ കഴിഞ്ഞു അല്ലേ, പൊട്ടിപ്പോയാൽ. അപ്പോൾ പൊട്ടിയ ചക്രം കൊണ്ട് എന്താ ഉപകാരം? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കവിതയാണ്, ധർമ്മവീർ ഭാരതി എഴുതിയതാണ്. നോക്കാം. ധർമ്മവീർ ഭാരതിയുടെ കവി പരിചയം കൂടെ നമുക്ക് നോക്കാം. 25 ഡിസംബർ 1926 അദ്ദേഹം ജനിച്ചത്. ഭാഷ പരിമാർജിത് ഖടി ബോലി അല്ലേ. ഹിന്ദിയിലെ തന്നെ പരിമാർജിത് ഖടി ബോലി ഭാഷയിലാണ് അദ്ദേഹം രചനകൾ എഴുതിയിരുന്നത്. വിധ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രചന മേഖലകൾ: ഉപന്യാസ്, കവിത, കഹാനി, നാടക്, നിബന്ധ്, ആലോചന അല്ലേ. ഉപന്യാസ് എന്ന് വെച്ചാൽ നോവൽ, കവിതകളുണ്ട്. കഹാനി കഥകളുണ്ട്. നാടക് നിബന്ധ് അല്ലേ, നിബന്ധങ്ങളുണ്ട്. ആലോചന മീൻസ് ക്രിറ്റിസിസം അല്ലേ, ക്രിറ്റിസിസം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേഖലകൾ. കവിയാണ്. കവിയോടൊപ്പം തന്നെ അദ്ദേഹം ഈ മറ്റു മേഖലകളിലും കൂടെ അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ടൂട്ടാ പഹിയ. അപ്പോൾ ഇവിടെ നമ്മളൊരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? എന്താണ് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത്? ഒരു യുദ്ധമാണ് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് യുദ്ധമൊക്കെ സർവ്വസാധാരണമായിട്ട് അറിയുന്നതാണ്. കാരണം ഒരു ബാഹുബലി എന്നുള്ളൊരു സിനിമ ഇറങ്ങിയതോടുകൂടി കൊച്ചു കുട്ടികളുടെ മനസ്സിൽ പോലും രാജാവും വാഴ്ചയും യുദ്ധവും ഒക്കെ ആയിട്ട് ആഴത്തിൽ തന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ചിത്രം കാണുന്നത് മഹാഭാരത യുദ്ധത്തിലുള്ള ഒരു രംഗമാണ് അല്ലേ? ആരാണ് മഹാഭാരത യുദ്ധം തമ്മിൽ നടന്നത്? കൗരവരും പാണ്ഡവരും തമ്മിലുള്ളതായിരുന്നു മഹാഭാരത യുദ്ധം. ആരായിരുന്നു കൗരവരുടെ ഭാഗത്ത് അല്ലേ? അധർമ്മത്തിൻ്റെ സേനയായിരുന്നു കൗരവർ. ധർമ്മത്തിൻ്റെ സേനയിലായിരുന്നു, അതായത് ധർമ്മപക്ഷത്തായിരുന്നു പാണ്ഡവരുള്ളത്. പാണ്ഡവർ 5 പേര് അല്ലേ? അതിൽ പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു കൃഷ്ണൻ ഉണ്ടായിരുന്നത്, ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അർജുനൻ്റെ തേരാളിയായിട്ട് യുദ്ധത്തിൽ, അതായത് മഹാഭാരത യുദ്ധത്തിൽ ലാസ്റ്റ് നിമിഷത്തിൽ അർജുനൻ്റെ തേരാളിയായിട്ട് കൃഷ്ണൻ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ കൃഷ്ണനാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ തന്നെ അർജുനൻ്റെ പുത്രൻ ഒരാളും കൂടി ഉണ്ട്. അതാരാ? അഭിമന്യു. അതായത് അർജുനന് സുഭദ്രയിലുണ്ടായ കുട്ടിയാണ് ആര്? അഭിമന്യു എന്ന് പറയും. അഭിമന്യുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അർജുനനായിരുന്നു പാണ്ഡവരുടെ പക്ഷത്തുള്ള നല്ല യോദ്ധാവ് അല്ലേ? അപ്പോൾ ഭാര്യ ഗർഭിണിയായിരിക്കെ യുദ്ധതന്ത്രങ്ങളും യുദ്ധകാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഭാര്യയുമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അഭിമന്യുവിനും കൂടെ അത് പഠിക്കുകയാണ് അല്ലേ? അഭിമന്യുവിന് അത് പഠിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഇടയിൽ വെച്ച് അമ്മ ഉറങ്ങിപ്പോയപ്പോൾ അഭിമന്യുവിന് ആ കഥ മുഴുവൻ കേൾക്കാൻ പറ്റാതായി എന്നൊരു കഥയും കൂടെ പറയുന്നുണ്ട്. എന്തായാലും ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട്, അതായത് യുദ്ധതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചക്രവ്യൂഹം തീർക്കും. അതായത് നമ്മൾ ഈ 18 അടവുകൾ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ യുദ്ധത്തിലുള്ള ഒരു ഇതാണ് ചക്രവ്യൂഹം തീർക്കുക എന്നുള്ളത്. അതായത് നമുക്ക് എതിരെ വരുന്ന ശത്രുവിനെ അകപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അകപ്പെടുത്തി നമ്മുടെ വലയിൽപ്പെടുത്തി യുദ്ധത്തിൽ വധിക്കുക, അങ്ങനെയാണല്ലോ നമ്മളൊരു യുദ്ധം വിജയിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിമന്യു അത് മുഴുവൻ കേട്ടില്ല, അഭിമന്യുവിന് അത് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തുണ്ടായി? അഭിമന്യു അതിൽ വന്ന് പെടുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം എങ്ങനെയാണ് അതെന്നാന്ന് അഭിമന്യുവിന് അറിയില്ലായിരുന്നു. അപ്പോൾ ചക്രവ്യൂഹം തീർക്കുന്നുണ്ട് ഈ മഹാഭാരത യുദ്ധത്തിൽ. അക്ഷൗഹിണി സേന തീർക്കുന്ന ചക്രവ്യൂഹത്തിൽ അഭിമന്യു വന്ന് പെട്ടുപോവുകയാണ്. എന്താണ് ഈ അക്ഷൗഹിണി സേന എന്നറിയോ? ഒരു അക്ഷൗഹിണി സേന എന്ന് വെച്ചാൽ കണ്ടോ, 1,09,350 കാലാൾപ്പടയും 65,610 കുതിരകളും 21,870 രഥങ്ങളും അത്രയും തന്നെ ആനകളും കൂടി ചേർന്നതാണ് ഒരു സേനാവിഭാഗം. അപ്പോൾ അത്രയും സേനാവിഭാഗങ്ങളും കൂടി ചേർന്ന് ചക്രവ്യൂഹം തീർക്കുകയാണ്. അതായത് വൃത്താകൃതിയിൽ അണിനിരത്തുന്ന ഒരു രീതി. ഇങ്ങനെ അക്ഷൗഹിണി സേന തീർക്കുന്ന ചക്രവ്യൂഹത്തിൽ വന്ന അഭിമന്യു വന്ന് പെട്ടുപോകുകയാണ്. അങ്ങനെ ആ അവസരത്തിൽ അഭിമന്യുവിനെ വധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മഹാഭാരതത്തിലെ യുദ്ധത്തിലെ ഒരു പ്രസക്തമായ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അന്നത്തെ മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിൽ എഴുതിയ അതിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. നോക്കാം, ഈ ചിത്രം നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാനിത് സിനിമയിൽ നിന്നുള്ള ഒരു പിക്ചർ എടുത്തതാണ്. ഇത് സേനാവിഭാഗമാണ്, ഒരു സിനിമയിൽ നിന്നുള്ള ചിത്രീകരണമാണ്. നമുക്ക് കാണാൻ വേണ്ടി കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി അല്ലേ? ഗരുഡൻ്റെ രൂപത്തിൽ സേനയെ നയിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഗരുഡൻ തിരിച്ച് എതിരെ പക്ഷെ ആരാണ്? പാമ്പാണ് വരുന്നത്.
അപ്പോൾ പാമ്പിനെ വധിക്കാനുള്ള അല്ലെങ്കിൽ പാമ്പിനെ കൊത്തിയെടുത്ത് പോകുന്നത് കഴുകനാണെന്നാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു ചിത്രമാണ് കാണുന്നത്. ഇത് രണ്ടും സേനാവിഭാഗങ്ങളാണ്. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗരുഡ അല്ലെങ്കിൽ ഈ കഴുകൻ്റെ കൂട്ടം വരും പോലെയുള്ള ഈ സേനാവിഭാഗം വരികയും പാമ്പ് പോലെ എരന്ന് വരുന്ന ഈ സേനാവിഭാഗത്തെ അവർ അതിനെ വലയം ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ ശത്രുപക്ഷത്തെ എന്ത് ചെയ്തു? മുഴുവനായിട്ടും വളഞ്ഞു അല്ലേ. വളഞ്ഞു, അവരതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ് അല്ലേ. യുദ്ധത്തിൽ പിന്നെ യുദ്ധമാണ്, പരസ്പരം കൊല്ലലും ഒക്കെയായി. ഇങ്ങനെയൊക്കെയാണ് ഒരു യുദ്ധ പശ്ചാത്തലം. അപ്പോൾ അതൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് യുദ്ധം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠത്തിൻ്റെ പേരാണ് ടൂട്ടാ പഹിയ. ശ്രദ്ധിച്ച് കേട്ടോളാം. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए। अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले। मैं रथ का टूटा हुआ पहिया हूँ. ഞാൻ രഥത്തിൻ്റെ ടൂട്ടാ ഹുവാ पहिया हूँ, പൊട്ടിയ ചക്രക്കഷ്ണമാണ്. ലേക്കിൻ മുझे फेंको मत, പക്ഷേ എന്നെ ഫെങ്കോ മത്, വലിച്ചെറിയരുത്. ക്യാ ജാനെ, എന്തറിയാം അല്ലേ. കബ്, എപ്പോ. ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ अक्षौहिणी सेनाओं को चुनौती देता हुआ, അക്ഷൗഹിണി സേനകളെ ചുനൗത്തി ദേത്താ ഹുവ, ചുനൗത്തി ദേന വെല്ലുവിളിച്ചുകൊണ്ട്, കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഘിർ ജായേ, ഏതെങ്കിലും ഒരു ദുസ്സാഹസി, സാഹസിയായ അഭിമന്യു ആക്കർ ഘിർ ജായേ, അഭിമന്യു വന്ന് പെട്ടുപോയാലോ, വന്ന് വീണാലോ എന്ന്. അതായത് എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. എന്താ അറിയില്ല എപ്പോഴാണ് ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്ന് അക്ഷൗഹിണി സേനയ്ക്കുള്ളിൽ വന്ന് പെട്ടുപോകുന്നത് എന്ന്. അപ്നെ പക്ഷക്കോ അസത്യ ജാൻതേ ഹുയേ ഭി, തൻ്റെ പക്ഷത്തെ അസത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും, ബഡേ ബഡേ മഹാരഥി അല്ലേ, വലിയ വലിയ മഹാരഥന്മാർ, അക്കേലി നിഹത്തി ആവാസ് കോ അല്ലേ, ഒറ്റയ്ക്ക്, നിഹത്തി ആവാസ് പറഞ്ഞാൽ ആയുധമില്ലാത്ത ശബ്ദത്തിന്, അപ്നെ ബ്രഹ്മാസ്ത്രവും സേല്ലോ കുചൽ ദേനാ ചാഹേ, തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ, കുചൽ ദേനാ ചാഹേ പറഞ്ഞാൽ നേരിടുക അല്ലേ, തൻ്റെ ബ്രഹ്മാസ്ത്രം, അതായത് അസ്ത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അല്ലേ, ഒന്നുമില്ലാതാവുമ്പോൾ, തബ് അപ്പോൾ, മേം രഥ കാ ടൂട്ടാ ഹുവാ पहिया, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രകഷ്ണം, ഉസ്കെ ഹാഥോമേ അവരുടെ കൈകളിൽ, ബ്രഹ്മാസ്ത്രോം സേ ലോഹാ ലേ സക്താഹും, ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ലോഹാ ലേ സക്താഹും, ലോഹമായി മാറുകയാണ്. അതായത് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന അസ്ത്രങ്ങളൊക്കെയും ഇല്ലാതായി കഴിയുമ്പോൾ, ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഈ പൊട്ടിയ കഷ്ണം, ചക്രത്തിൻ്റെ കഷ്ണം എന്നത് പറയുന്നത് ബ്രഹ്മാസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പം ഞാനായി എന്ത് മാറുകയാണ്, ലോഹം അല്ലേ. നമ്മൾ പറയില്ലേ അവസാന നേരത്ത് നമുക്ക് കൈ കിട്ടിയതൊക്കെ ആയുധമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക്, പൊട്ടിയ കഷ്ണമാണെങ്കിൽ പോലും അത് വെച്ചിട്ടും എനിക്ക് അവരെ നേരിടാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിനെ വലിച്ചെറിയണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ.
मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंगो मत. പക്ഷെ എന്നെ വലിച്ചെറിയരുത്. ഇതിഹാസോം കി സാമൂഹിക് ഗതി. ഇതിഹാസ് പറഞ്ഞ ചരിത്രം, ചരിത്രത്തിൻ്റെ സാമൂഹിക് ഗതി, ആ പോകുന്ന ഗതി സഹസാ ഛൂട്ടി പട് ജാനേ പർ, പതുക്കെ അസത്യമാകി പോകുമ്പോൾ, ക്യാ ജാനേ സച്ചായി ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലേ. അല്ലേ, സച്ചായി സത്യമെന്നത് ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലേ, ഈ പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കില്ല എന്ന്. അല്ലേ, ക്യാ ജാനേ എന്താ അറിയില്ല, അതായത് ആർക്കറിയാം എന്ന് പറയില്ല, അതാണ് ഈ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസരത്തിൽ നമ്മുടെ ചരിത്രം ഗതി മാറിപ്പോകുമ്പോൾ ആ സമയത്ത് ചരിത്രത്തിൻ്റെ ഗതി തിരിക്കാൻ ആര് കണ്ടു? നമ്മൾ പറയില്ലേ, ഒരു പക്ഷേ ഈ പൊട്ടിയ ചക്രകഷ്ണത്തിനെ ഒരു ചക്രത്തെ ആശ്രയിച്ചാലോ, അതുകൊണ്ട് മുജേ ഫേങ്കോ മത് എന്ന് ടൂട്ടാ പഹിയ പറയണം, എന്നെ വലിച്ചെറിയരുത്. അല്ലേ, ഇവിടെ അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ, പുരാണ കാലത്തിലുള്ള യുദ്ധ പശ്ചാത്തലമാണെങ്കിൽ പോലും ഇന്നത്തെ നമ്മുടെ സമൂഹവുമായി ഇതിനെ ഒത്തുനോക്കാനും കവി ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലേ, ടൂട്ടാ പഹിയയിൽ പറയണം, ക്യാ ഹോത്തി ഹേ അക്ഷൗഹിണി സേന. അല്ലേ, കിത്തനെ സൈനിക് ഘോടെ ഹാത്തി ഔർ രഥ് ഥേ മഹാരഥ യുദ്ധമേ. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു അക്ഷൗഹിണി സേനയിൽ എത്ര കാലാൾപ്പടകളും എത്ര ആനകൾ, കുതിരകൾ, രഥങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു അക്ഷൗഹിണി സേന തീർത്ത മഹാഭാരത യുദ്ധത്തിൽ എന്ത് ചെയ്യാണ്? നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഏക്ക് രഥ് ഏക്ക് ഹാത്തി പാഞ്ച് പൈദൽ സൈനിക് ഔർ തീൻ ഘോടോം കോ മിലാക്കർ പത്തി ബൻതേ ഹെ. അല്ലേ, ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരു ലക്ഷത്തിലധികം വരുന്ന ആളുകളും ആനകളും പടയാളികളും കുതിരകളും തേരും ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന സേനയിൽ എന്ത് ചെയ്യാണ്? അഭിമന്യു വന്ന് വ്യൂഹത്തിൽ വന്ന് പെട്ടുപോവുകയാണ്. ഈ ചക്രവ്യൂഹത്തിൽ വന്ന് പെട്ടുപോയപ്പോൾ ഇവിടുന്ന് രക്ഷ നേടാനുള്ള വഴി അറിയാതാവുമ്പോൾ അഭിമന്യു എന്ത് ചെയ്യണേ? ടൂട്ടേ പഹിയോം കാ ആശ്രയിൽ, അല്ലേ, പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കുകയാണ്. അപ്പോൾ കവിതയിലുള്ള ആശയം, കഥ, സന്ദർഭം വിശദീകരിക്കുന്നത് യുദ്ധമാണെങ്കിലും ഇന്നത്തെ സമൂഹവുമായിട്ട് ഒത്തുനോക്കുമ്പോൾ ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നതും അക്ഷൗഹിണി സേന തീർക്കുന്ന ചക്രവ്യൂഹം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളും നമുക്കുള്ള നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയും, അഭിമന്യു എന്ന് പറയുന്നത് ഒരു സാധാരണ ജനത അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലേ, ഒരു വ്യക്തി, ആ വ്യക്തി എന്തിൽ പെടുകയാണ്? ചക്രവ്യൂഹത്തിൽ പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു പൊട്ടിയ ചക്രകഷ്ണത്തെയും ആശ്രയിക്കും എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ നിസ്സാരമെന്ന് പറയുന്ന ഒരു വസ്തുവായിരിക്കാം ഒരു പക്ഷേ നാളെ നമ്മെ ഉപകരിക്കുന്നത് എന്നുകൂടെയാണ് ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലേ, അതായത് ഇത് യുദ്ധപശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതും ആ കാര്യത്തെ കവി എഴുതുകയും ചെയ്തു. എന്നാൽ അതേപോലെ ഇന്നത്തെ സമൂഹത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു ദുസ്സാഹസിയായ വ്യക്തി, മാനവ്, അല്ലേ, മനുഷ്യൻ, ലഘുമാനവ്, ഒരു സാധാരണ ജനത തൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു പോംവഴി, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ആശ്രയിക്കുന്നത് അതാണ് നിസ്സാരമായി നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചതായി കണക്കാക്കുന്ന വസ്തുവായിരിക്കാം ഒരു പക്ഷേ നമ്മളെ നാളെ എന്ത് ചെയ്യുന്നത്? ഉപകരിക്കുന്നത്. അല്ലേ, നമ്മൾ പറയാറില്ലേ, എന്തൊരു പ്രശ്നം നടക്കുമ്പോൾ, കേസ് നടക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു നിസ്സാര വസ്തുവിൽ നിന്നായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുക. അല്ലേ, മുങ്ങാൻ പോകുന്നവന് വൈക്കോൽ തുരുമ്പും കച്ചി തുരുമ്പാണ് എന്നൊരു വാക്ക് ഉണ്ട്, അല്ലേ, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും നിസ്സാരമായി കാണരുത് എന്നാണ് കവിതയിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അതാണ് ടൂട്ടാ പഹിയ. ഏക് ബാർ ബി ദേഖിയെ, ഒരിക്കൽ കൂടി ഞാനൊന്ന് വായിച്ചു തരാം. മേ രഥ് കാ ടൂട്ടാ ഹുവാ पहिया हूँ लेकिन मुझे फेंको मत, क्या जाने
कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए। अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने, सच्चाई टूटे हुए पहियों का ആശ്രയ ले. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? താങ്ക് യു. ഇനി ഇതിലെ കുറച്ച് വിശദീകരണമായിട്ടുള്ള നോട്ട്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ടീച്ചർ നൽകുന്നതായിരിക്കും.